അയ്യേ അയ്യയ്യേ അയ്യയ്യയ്യേ. ഇതാണ് കോൺഗ്രസ്സുകാരോട് കവർ സ്റ്റോറിക്ക് പറയാനുള്ളത്. നാണമില്ലല്ലോ തമ്മിലടിക്കാൻ. ചൊറിയും കുത്തി പദം പറഞ്ഞിരുന്ന 10 കൊല്ലമുണ്ടായിരുന്നല്ലോ. പോട്ടെ, 2026 തെരഞ്ഞെടുപ്പുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു കൊല്ലമെങ്കിലും മുന്നിലുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ധാരണയാക്കാൻ കെ.സിയും വി.ഡിയും ആർ.സിയും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. പക്ഷേ 16-ാം മണിക്കൂറിലെ ഈ കിടമത്സരമുണ്ടല്ലോ, ഇതുപോലൊരു നാണക്കേട്, ഇതുപോലെ വോട്ടർമാരെ അവഹേളിക്കൽ ഒഴിവാക്കാൻ പറ്റാത്ത നിങ്ങളൊക്കെ എന്ത് നന്നാക്കാനാണ് നാടിനെ? സാക്ഷാൽ സോണിയാഗാന്ധി തന്നെ വന്ന് മുഖ്യമന്ത്രിയായാലും ഈ അധ്യായം കോൺഗ്രസ് സർക്കാരിനുമേൽ കളങ്കമായി തന്നെ നിൽക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? കേന്ദ്രത്തിലൊന്നും ഒരു ഭരണവുമില്ല, ഒരു തിരക്കുമില്ലാതെ ഇരിക്കുന്ന രാഹുലും ഖാർഗെയും പ്രിയങ്കയും കെ.സിയും ഒക്കെയുള്ള ഹൈക്കമാൻഡിന് ഇതൊക്കെ നേരത്തെ തീരുമാനിക്കാൻ എന്തായിരുന്നു തടസ്സം? ഒന്നും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ. കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണത്രേ ഇത്. എല്ലാ നേതാക്കളും പറയുന്നു. ദൈവമേ, കോൺഗ്രസിന് ഇത്രയും ജനാധിപത്യ സൗന്ദര്യം കൊടുക്കല്ലേ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന 1-ാം കസേര കലാപം തീർന്നതിനു ശേഷം മന്ത്രിമാർ ആരൊക്കെ എന്ന 2-ാം കസേര കലാപം തുടങ്ങാനുള്ളതാണ്. അതാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു സൗന്ദര്യം. ഇങ്ങനെ 2 തരം സൗന്ദര്യം കഴിഞ്ഞിട്ട് വേണം പിന്നെ വകുപ്പ് വിഭജന സൗന്ദര്യം ഉണ്ടാക്കാൻ. ഇത്രയും സൗന്ദര്യവൽക്കരണം നടത്തിക്കഴിഞ്ഞതിനു ശേഷം വേണം സത്യപ്രതിജ്ഞ നടത്താൻ. 1-ാം കസേര കലാപത്തിൽ 1-ാം കസേര കിട്ടാത്തവർ സർക്കാരിലെ 2-ാം കസേരയോ മറ്റു കസേരകളിലോ ഇരിക്കുമോ? ഇല്ലെങ്കിൽ മറ്റൊരു സൗന്ദര്യം കൂടി നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ പ്രകടനത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലുള്ളവർ താഴെ ഇറങ്ങുമോ? പുതിയ നാടകങ്ങൾ വരുമോ? ട്വിസ്റ്റോട് ട്വിസ്റ്റ്, ആകാംക്ഷാഭരിതമായ ദിനരാത്രങ്ങൾ, ഉദ്വേഗമുണർത്തുന്ന കൂടിക്കാഴ്ചകൾ, ഒടുവിൽ പവനായി എന്താകുമോ?